വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വലിയ നേട്ടമുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിർണായക ശക്തിയാകുന്ന നിലയിൽ അംഗങ്ങളുണ്ടാകും. മുന്നിൽ നിന്ന് നയിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊരു സ്ഥാനം തന്നിട്ടില്ലെന്നും അത് ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം തൃശൂർ പൂര വിവാദത്തിൽ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി തുറന്നടിച്ചിരിക്കുകയാണ്. കേരള പോലീസിലെ ലൊട്ടുലൊടുക്കിനെ കൊണ്ട് അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്നും CBI തന്നെ വരണമെന്നും ഒറ്റത്തന്ത പരാമർശം CBIയെ കൊണ്ടുവരാൻ സർക്കാരിനെ പ്രകോപിപ്പിക്കാനായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അന്നത്തെ തൃശൂർ കലക്ടർ അഹങ്കാരത്തോടെയാണ് പെരുമാറിയതെന്നും സുരേഷ് ഗോപി ആഞ്ഞടിച്ചു. തന്റെ അഭിമാനം ഏത് സാഹചര്യത്തിലും നിലനിർത്തി പോകണമെന്ന് കച്ചകെട്ടിയിറങ്ങിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ പറഞ്ഞ വാക്കുകൾ എത്ര തെറ്റായാലും അത് ന്യായീകരിച്ച് അത് ശരിയാണെന്ന് വരുത്തി തീർക്കും നേതാവ്. ജനങ്ങളുടെ മനസ്സിലേക്കെത്താൻ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ കേന്ദ്രമന്ത്രി വെട്ടിത്തുറന്ന് പറയാറുമുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് അത്തരം ചില കാര്യങ്ങൾ താരം പങ്കുവച്ചിരുന്നു. അതായത് MP എന്ന നിലയിൽ തനിക്ക് കിട്ടിയ വരുമാനം, പെൻഷൻ എന്നിവയിൽ നിന്ന് ഒരു നയാ പൈസ പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. നേരത്തെ രാജ്യസഭ MP ആയിരുന്നപ്പോഴും ഇപ്പോൾ തൃശൂർ MP ആയപ്പോഴും പാർലമെന്റിൽ നിന്ന് കിട്ടിയ വരുമാനവും പെൻഷനും കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവർക്കൊരു രാഷ്ട്രീയ പിൻബലം നൽകാൻ വേണ്ടി മാത്രമാണ് ഇതിലേക്ക് വന്നത്. മുൻപ് ഗുജറാത്തിൽ വെച്ച് നരേന്ദ്രമോദിയെ കണ്ടപ്പോഴും തന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ അന്നം മുട്ടിക്കുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായതോടെയാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങിയതെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒരിക്കലും രാഷ്ട്രീയമുണ്ടാകില്ലെന്ന് കരുതിയ ആളാണ് ഞാൻ. ഒരു പുസ്തകം എഴുതിയാൽ തീരാവുന്നതേയുള്ളൂ പല മഹാന്മാരുമെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. ജയസാധ്യതയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നും ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിജയം മാത്രമാണ് എല്ലാവരും നോക്കുകയെന്നും ശതമാന കണക്കുകളല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. മാത്രമല്ല, ജയിക്കുമെന്നുറപ്പുള്ളവരെ തിരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ 60% സീറ്റുകൾ വരെ നേടാമെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. പുതിയ തീരുമാനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം വെറുതെ പാഴായി പോകും. നമ്മൾ അടുത്ത സാധ്യതയാണെന്ന് ജനം പറയുമ്പോൾ അതിന്റെ വാല് പിടിച്ചു പറയാനുള്ള ആർജവം നമുക്ക് ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി ഉപദേശിച്ചിരുന്നു. ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപി ഇടതു വലത് സ്ഥാനാർത്ഥികളെ ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് ജയം പിടിച്ചെടുത്തത്. CPI നേതാവായ VS സുനിൽകുമാറും കോൺഗ്രസിനു വേണ്ടി K മുരളീധരനും കളത്തിലിറങ്ങിയിട്ടും മണ്ഡലം BJP പിടിച്ചെടുക്കുകയായിരുന്നു.